Good morning, all. Good morning, ma'am. നെല്ലെടുക്കുന്നത് നോക്കിയോ എല്ലാവരും? നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? എല്ലാം നെല്ലെടുത്ത പോർഷൻ ക്ലിയർ ആണോ? ഓക്കെ. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ക്ലിയർ ആണോ ബാക്കി എല്ലാവർക്കും? കീ റെസ്പോൺസിബിലിറ്റീസ് വരെയാണ് അല്ലെ നമ്മ പറഞ്ഞത്. ക്വാളിറ്റി മാനേജറുടെ കീ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. ആണ് ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ്. നെക്സ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഒരു മിനിറ്റ്, കഴിഞ്ഞ ദിവസം മിസ് നാബിന്റെ ഫുൾ ഫോം ഉണ്ടെന്നോ? AERB ആണോ? ഓക്കെ. നാബിന്റെ ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. മിസ് അത് വിട്ടുപോയതാണ് കേട്ടോ, ആദ്യം തന്നെ പറയണം വിചാരിച്ചതാണ്, മിസ് വിട്ടുപോയി. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. നമ്മൾ ഹോസ്പിറ്റലുകൾക്ക് അന്താരാഷ്ട്ര തലത്തിലല്ല, ഇന്ത്യക്കകത്ത് ഹോസ്പിറ്റലുകൾക്ക് മാത്രം അക്രഡിറ്റേഷൻ നൽകുന്നതാണ് നാബ്. ഇന്ത്യക്കകത്ത് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്നതിനാണ് ഒരു സംഘടനയെ പറയുന്നതാണ് നാബ്, നാഷണൽ അക്രഡിറ്റേഷൻ. ഒരു ബോർഡിനെ പറയുന്നതാണ് NABH. ക്വസ്റ്റ്യൻ വരാട്ടാ, മിസ് നല്ല വിട്ടുപോയി. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണ്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നൽകുക അല്ലെ, ഗുണനിലവാരത്തിന് സർട്ടിഫിക്കേഷൻ നൽകുക. Is process for improving patients' contentment and enhancing quality standards across the hospital of our country. നമ്മുടെ രാജ്യത്ത് അല്ലെ, നമ്മുടെ രാജ്യത്തെ ആശുപത്രികളില്, ഹോസ്പിറ്റലുകളില് രോഗികളുടെ സംതൃപ്തി, അവരുടെ കണ്ടന്റ്മെന്റ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, കണ്ടന്റ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലുകളുടെ എന്താണ്, ഹോസ്പിറ്റലുകളില് എന്താണ്, രോഗികളുടെ സംതൃപ്തി, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അവർക്ക് എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്? ഒരു രോഗിക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്? തൃപ്തി ലഭിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുക അല്ലെ, അവർക്ക് അവിടെ നിന്ന് നല്ല സർവീസിലാണ്, ബെറ്റർ ട്രീറ്റ്മെന്റ്, നല്ല സർവീസ് ലഭിക്കുക അല്ലെ, അങ്ങനെയല്ലേ? പിന്നെ അവരുടെ എന്താണ്, അവിടെ നിന്ന് നല്ല ഹൈജീനിക് ആയ അല്ലെ എൻവിയോൺമെന്റ് ഉണ്ടാവുക. അതല്ല, ട്രീറ്റ്മെന്റ് നല്ലതാണ്, ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ്, സർവീസും നല്ലതാണ്, പക്ഷെ അവിടുത്തെ ഫെസിലിറ്റീസോ ഒരു ഹൈജീനിക് അല്ലെങ്കിൽ എന്താണ്, നമുക്ക് തൃപ്തി വരുമോ? നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തോന്നോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ, എല്ലാ രീതിയിലും ഹോസ്പിറ്റലിൽ അവര് സാറ്റിസ്ഫൈഡ് ആവാൻ അല്ലെ, സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിന്, അവർക്ക് സാറ്റിസ്ഫൈ ആക്കുന്നതിനും എന്താണ്, ഗുണനിലവാരം ഉയർത്തുന്ന, അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളാവട്ടെ, ട്രീറ്റ്മെന്റുകളാവട്ടെ, ഫെസിലിറ്റീസ് ആവട്ടെ, എല്ലാത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയെയാണ്
ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലില് ഉടനീളം, അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും പേഷ്യൻസിന്റെ, രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള ഒരു പ്രക്രിയയെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചർ ഒരു ഫ്ലോ ചാർട്ട് അല്ലെ, ആരാണ് ഹെഡ്, ആരാണ് ആരുടെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു ഫ്ലോ ചാർട്ട്. ഇത് നിങ്ങളുടെ ഇത്രയേ ഉള്ളൂ, ഫ്ലോ ചാർട്ട് ഇത്രയേ ഉള്ളൂ, മിസ്സിന്റെ സിസ്റ്റത്തിൽ കാണിക്കുന്ന ഇത്രയേ ഉള്ളൂ ആണോ? ഓക്കെ, കുറച്ചും കൂടി ഉണ്ട് കേട്ടാ, കുറച്ചും കൂടി ഉണ്ട്, മിസ് പറയാം, അപ്പൊ എഴുതാട്ടാ. ഫസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടർ, ഫസ്റ്റ് വരുന്നത് ഹെഡായിട്ട് വരുന്നത് ഈ ടോപ്പ് മാനേജ്മെന്റ് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പ് ബോർഡ് ഓഫ് ഡയറക്ടറുടെ അണ്ടറില് സിഇഒ അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ്, അതാരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡില് മെഡിക്കൽ സൂപ്രണ്ടന്റ് അല്ലെ, മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇവര് അണ്ടറിൽ ആരൊക്കെ വരുന്നുണ്ട്? ക്വാളിറ്റി മാനേജറും ക്വാളിറ്റി മാനേജർ വരുന്നുണ്ട്. ക്വാളിറ്റി മാനേജറുടെ അണ്ടറിലാണ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ വരുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഫസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും ടോപ്പ് മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റിലെ ടോപ്പ് ആയിട്ടുള്ള ആളായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടർ. ആളുടെ അണ്ടറിൽ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെഡിക്കൽ സൂപ്രണ്ടന്റും വരുന്നുണ്ട്. അവർ രണ്ടുപേരും അണ്ടറിലാണ് ക്വാളിറ്റി മാനേജർ വരുന്നത്. ക്വാളിറ്റി മാനേജർ അണ്ടറിൽ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ, ആ ക്വാളിറ്റി മാനേജറിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളല്ലേ, അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. ഇനി അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ അണ്ടറിൽ ഇപ്പത്തെ സൈഡില് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ക്ലിയർ ആയില്ലേ? ക്വാളിറ്റി എക്സിക്യൂട്ടീവ്. ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ അണ്ടറിൽ ക്വാളിറ്റി കോർഡിനേറ്റർ. അന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടാ, കംപ്ലീറ്റ് അല്ല ആ ഡയഗ്രാം. ക്വാളിറ്റി ഫുൾ ഉണ്ട്. ഓക്കെ, ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ അണ്ടറിലാണ് ക്വാളിറ്റി കോർഡിനേറ്റർ വരുന്നത്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നല്ലേ? ഓക്കെ, ക്വാളിറ്റി ആ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി കോർഡിനേറ്റർ. ആളുടെ അണ്ടറിൽ എന്താണ്? ക്വാളിറ്റി അസിസ്റ്റന്റ്. എന്താ അത്? ക്വാളിറ്റി അസിസ്റ്റന്റ്. ഇപ്പുറം വരുന്നത് റെപ്രസെന്റേറ്റീവ്സ്, റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? എല്ലാ മെഡിക്കൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും വിഭാഗത്തിലെയും പ്രതിനിധികള് വേണ്ടേ? എല്ലാ സെക്ഷനിലും നമുക്ക് ക്വാളിറ്റി വേണ്ടേ? മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ അല്ലേ, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഫെസിലിറ്റീസിലും എന്ത് വേണം? നമുക്ക് ഗുണനിലവാരം വേണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്? റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ റെപ്രസെന്റേറ്റീവ്സ് പ്രതിനിധികള് ഇതില് മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് അക്രഡിറ്റേഷൻ, അംഗീകാരം. എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുന്നത്? അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു എ പബ്ലിക് റെക്കഗ്നിഷൻ. അക്രഡിറ്റേഷൻ അതായത് അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ. എന്താണ്? ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ, ലാബിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊതു അംഗീകാരം ലഭിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്? അവിടെ നിന്ന് പേഷ്യൻസിന് നൽകുന്ന ഫെസിലിറ്റീസ് അല്ലെ എന്താണ്? ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കും? വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ. അതിനു വേണ്ടി ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ ലഭിച്ച വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്.
എന്താണ് അക്രീഡിയേഷൻ റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ. അക്രീഡിയേഷൻ എന്ന് പറയുന്നത് ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. For hospital to be accredited, it is done through an independent external evaluation of that organization's level of performance in connection with the standards. എന്താണ് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുക, അവർക്ക് അക്രീഡിയേഷൻ ലഭിക്കണം. ഒരു ഹോസ്പിറ്റൽ അക്രീഡിയേഷൻ ലഭിക്കണമെങ്കിൽ അതിന് എന്താണ് അവിടുത്തെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം അല്ലെ, അവിടുത്തെ എന്താണ് പെർഫോമൻസ് അല്ലെ. പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എന്താണ്? പ്രവർത്തനങ്ങൾ അല്ലെ, അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ, ഫെസിലിറ്റീസ് അല്ലെ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തില് ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരത്തിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വിലയിരുത്തലിലൂടെയാണ് അല്ലെ, അതിനെ അസസ്മെന്റ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ഇവാലുവേഷൻ, ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് അക്രീഡിയേഷൻ നൽകുന്നത്. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റൽ, ഒന്നുകൂടെ പറയാം മിസ്, ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്താണ് അവിടത്തെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അല്ലെ ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരത്തിന്റെ, അതായത് പ്രവർത്തനങ്ങളുടെ എന്താണ് സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ, സ്വതന്ത്ര ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് അക്രീഡിയേഷൻ നൽകുന്നത്. എന്ന് വെച്ചാല് ഒരു ഹോസ്പിറ്റലിലെ പെർഫോമൻസ്, അവിടുത്തെ എന്താണ് പ്രകടനം അല്ലെ, അവിടുത്തെ സർവീസുകള്, ട്രീറ്റ്മെന്റുകള്, അതിനൊക്കെ എന്ത് ചെയ്യാണ് അസസ്മെന്റ് നടത്തി സ്റ്റാൻഡേർഡ് ഉണ്ടോ, ഗുണനിലവാരം ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് അക്രീഡിയേഷൻ നൽകുന്നത്. ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അസസ് ചെയ്യും, വിലയിരുത്തും. എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ സ്റ്റാൻഡേർഡ് ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ അല്ലെ, നിലവാരമുണ്ടോ, ഗുണനിലവാരമുണ്ടോ ഒക്കെ എന്ന് അസസ് ചെയ്ത് വിലയിരുത്തിയിട്ടാണ് അവർക്ക് അക്രീഡിയേഷൻ നൽകുന്നത്, അംഗീകാരം നൽകുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. അക്രീഡിയേഷൻ ഈസ് നോൺ കമ്പൽസറി. അക്രീഡിയേഷൻ എന്താണ്? നോൺ കമ്പൽസറി ആണ്, നമുക്ക് നിർബന്ധമല്ല. പക്ഷെ അക്രീഡിയേഷൻ, ഒരു ഹോസ്പിറ്റലിന് അക്രീഡിയേഷൻ ലഭിച്ചാല് ആ ഹോസ്പിറ്റലിന് പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ലഭിക്കുന്നുണ്ട്, ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അക്രീഡിയേഷൻ നടത്തുന്നത്. അക്രീഡിയേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? നോൺ കമ്പൽസറി, ഒരു നിർബന്ധമല്ലാത്ത ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് an ongoing or continuous process. ഇതെന്താണ്? തുടർച്ചയായിട്ട് അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന, ഓൺഗോയിങ് ആണ്, ഇതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഓർ കണ്ടിന്യൂസ് പ്രോസസ്, ഇതെന്താണ്? തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ചില കോളേജുകൾക്ക് നാക്കിന്റെ അംഗീകാരം ലഭിക്കുന്നുണ്ടല്ലോ, എല്ലാ കോളേജുകൾക്കും ഉണ്ടോ നാക്കിന്റെ അംഗീകാരം? കോളേജുകൾക്ക് നാക്കിന്റെ അംഗീകാരം കേട്ടിട്ടില്ലേ നിങ്ങൾ? നാക്ക് കോളേജുകൾക്ക് കേട്ടിട്ടില്ല? ഓക്കെ. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രീഡിയേഷൻ കൗൺസിൽ എന്നും പറഞ്ഞ നാക്കിന്റെ അംഗീകാരം ലഭിക്കുന്ന കോളേജുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്തിന്റെ? ഇതേപോലെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തി കാണിട്ടാണ്, അസസ്മെന്റ് നടത്തിയിട്ടാണ് അങ്ങനെ കോളേജുകൾക്ക് എന്ത് നൽകുന്നത്? അംഗീകാരം നൽകുന്നത്. അതേപോലെ ഹോസ്പിറ്റലിന് അംഗീകാരം നൽകുന്നതാണ് നാബ്. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്, പ്രക്രിയയാണ്. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? അക്രീഡിയേഷൻ
അക്രീഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലുകളുടെ ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങളെ എക്സ്റ്റേണൽ ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ട് ബാഹ്യ ഇവാലുവേഷൻ നടത്തി അല്ലെ, വിലയിരുത്തലിലൂടെ എന്താണ്? സ്റ്റാൻഡേർഡ് ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് അവർക്ക് അക്രീഡിയേഷൻ നൽകുന്നത്. അക്രീഡിയേഷൻ എന്ന് പറയുന്ന അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു നിർബന്ധിതമായ ഒരു പ്രോസസ് അല്ല, അവർക്ക് നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ്, ഇതെന്താണ്? ഒരു തുടർച്ചയായ ഒരു പ്രവർത്തനമാണ്, പ്രക്രിയയാണ്. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് അക്രീഡിയേഷൻ. അക്രീഡിയേഷൻ ലഭിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തെല്ലാമാണ്? നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത്? എന്തൊക്കെ ഗുണങ്ങളായിരിക്കും? ഒരു ഹോസ്പിറ്റലിന് അക്രീഡിയേഷൻ ലഭിച്ച്, അംഗീകാരം ലഭിച്ച്, അപ്പൊ ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങളായിരിക്കും പേഷ്യൻസിന് ലഭിക്കുന്നത്? ഗുഡ് കെയർ അല്ലെ, ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും, ഗുഡ് കെയർ കിട്ടും അല്ലെ. ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ്സ് ആർക്കാണ് ലഭിക്കുന്നത്? പേഷ്യൻസിനല്ലേ? പേഷ്യൻസിനാണ് അല്ലെ. പേഷ്യൻസിന് ഒരു ടെൻഷൻ അല്ലേ, ഒരു ടെൻഷനും കൂടാണ്ട് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാം അല്ലെ. എന്താണ്? അവർക്കറിയാം അവിടെ നിന്ന് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസുകളും, എല്ലാ സർവീസുകളും എങ്ങനെയുള്ളതാണ്? ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ. അപ്പൊ പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. ഏറ്റവും വലിയ ഗുണഭോക്ത, ഒരു ഹോസ്പിറ്റലിന് അക്രീഡിയേഷൻ ലഭിച്ചാല് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണ്? പേഷ്യൻസ് ആണ്, രോഗികളാണ്. അക്രീഡിയേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. എന്താണ്? അക്രീഡിയേഷൻ എന്തിനൊക്കെ കാരണമാകുന്നു? ഉയർന്ന നിലവാരമുള്ള പരിചരണം അല്ലെ, ക്വാളിറ്റി കെയറിനും പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും, പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കും കാരണമാകുന്നു അല്ലെ. അവിടെ നിന്ന് കിട്ടുന്ന കെയേഴ്സ് എങ്ങനെയായിരിക്കും? ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ, ഹൈ ക്വാളിറ്റി കെയേഴ്സ് ആയിരിക്കും, പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കും കാരണമാകുന്നു. ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. എന്താണ്? ക്രെഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫ് അല്ലെ, യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫാണ് രോഗികൾക്ക് സേവനം നൽകുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കണം? യോഗ്യതയുള്ളവരായിരിക്കണം അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ലേ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ എന്താണ്? യോഗ്യതയുള്ള, ക്രെഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെ, യോഗ്യതയുള്ള, അംഗീകാരമുള്ള സ്റ്റാഫുകളായിരിക്കും രോഗികൾക്ക് സേവനം നൽകുന്നത്. റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. എന്താണ്? രോഗികളുടെ അവകാശങ്ങൾ. എന്തായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ രോഗികളുടെ അവകാശം എന്ന് പറയുന്നത്? റൈറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുക, നല്ല ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കുക അല്ലെ, എല്ലാം എന്താണ്? അവരുടെ പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലേ ഇതൊക്കെ? പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലേ? അപ്പൊ എന്താണ്? പേഷ്യൻസിന്റെ, രോഗികളുടെ അവകാശങ്ങൾ ബഹുമാനിക്കപ്പെടുകയും എസ്റ്റീം ചെയ്യുകയും എന്താണ്? പ്രൊട്ടക്ട് ചെയ്യുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. എന്താണ്? പേഷ്യൻസ് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകള് സാറ്റിസ്ഫൈഡ് ആണോ, തൃപ്തരാണോ എന്ന് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ് അല്ലെ. എന്താണ്? ഫ്രീക്വന്റ് ആയിട്ട് വിലയിരുത്തുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? നമ്മ പറഞ്ഞു എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. ഇങ്ങനെ അസസ്മെന്റ് നടത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്ന? ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതെന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഫെസിലിറ്റീസിൽ അല്ലെങ്കിൽ സർവീസുകളിൽ തൃപ്തരാണോ എന്ന് ഫ്രീക്വന്റ് ആയിട്ട് വിലയിരുത്തുന്നു.
ക്ലിയർ ആയോ? ആ പോയിന്റ്സ്, ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ഓക്കെ അല്ലേ എല്ലാവർക്കും? പേഷ്യൻസ് ആർ ദി ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. എന്താണ്? പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. എന്താണ്? പേഷ്യൻസിന് അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹൈ ക്വാളിറ്റിയുള്ള ഉയർന്ന നിലവാരമുള്ള പരിചരണവും സുരക്ഷിതത്വവും ലഭിക്കുന്നു. പേഷ്യൻസിന് എന്താണ് സേവനം നൽകുന്നത് അംഗീകാരമുള്ള ക്രെഡൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. പേഷ്യൻസിന്റെ റൈറ്റ്സുകൾ, അവകാശങ്ങളെ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താണ്? പേഷ്യൻസിന്റെ തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് പലപ്പോഴും വിലയിരുത്തുന്നു. ഓക്കെ അല്ലേ ഇത് എല്ലാവർക്കും? നിങ്ങൾ ഓക്കെയാണെന്ന് പറഞ്ഞാൽ മാത്രം മിസ്സിന് മനസ്സിലാവുള്ളൂ കേട്ടാ. ഒരു തമ്പെങ്കിലും ഇടാം. ഓക്കെ, ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റലിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്? അക്രഡിറ്റേഷൻ ടു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗറേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. എന്താണ്? തുടർച്ചയായ പുരോഗതി. ഈ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുക, അംഗീകാരം ലഭിക്കുക എന്നുള്ളത് ആ ഓർഗനൈസേഷന്റെ, അതായത് ആ ഹോസ്പിറ്റലിന്റെ തുടർച്ചയായ പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തേജിപ്പിക്കുക എന്ന് പറഞ്ഞാല് ഉണർത്തുക, വർദ്ധിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തില്. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? ക്വാളിറ്റി എങ്ങനെയാണ്? അവര് കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്തിട്ട് അല്ലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അക്രഡിറ്റേഷൻ ലഭിക്കാൻ വേണ്ടി അല്ലെ അവർക്ക് അംഗീകാരം, ലാബിന്റെ അംഗീകാരം ലഭിക്കാനായിട്ട് അവരെന്ത് ചെയ്യും? ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ അവിടുത്തെ ഫെസിലിറ്റീസില് അല്ലേ? അപ്പൊ അതെന്താണ്? ഗുഡ് ബിഹേവിയർ. അസസ്മെന്റ് എന്താണ്? അസസ് ചെയ്ത് അവിടുത്തെ ഓരോ ഫെസിലിറ്റീസും ഓരോ സർവീസുകളും ഇന്നില്ല ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ സർവീസുകളും അവിടെ അസസ് ചെയ്തിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവർ ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? തുടർച്ചയായ ഈ അക്രഡിറ്റേഷൻ, അംഗീകാരം എന്താണ്? ഒരു ഹെൽത്ത് കെയേഴ്സിനെ, അതായത് ഹോസ്പിറ്റൽ ആവാം, ഈ ഹെൽത്ത് കെയേഴ്സ് ആവാം, അതിനെ തുടർച്ചയായ പുരോഗതിയെ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അല്ലെ, തുടർച്ചയായ പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ അവർക്ക് തോന്നാണ്, ആദ്യം അവർക്ക് അസസ് ചെയ്യുമ്പോൾ തോന്നാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫെസിലിറ്റീസ് പോരാ, കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യും അല്ലെ. അതല്ലെങ്കിൽ ഡയറ്ററി സർവീസിൽ പ്രവർത്തനങ്ങൾ പോരാ, അപ്പൊ അവരെന്ത് ചെയ്യും? അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് ഇത്? ഈ അക്രഡിറ്റേഷൻ തുടർച്ചയായ പുരോഗതിയെ വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, it lets the organization demonstrate commitment to quality care and patient safety, thereby guarantee best outcomes. എന്താണ് ഇവരെന്ത് ചെയ്യാണ്? ഗുണനിലവാരമുള്ള, നമ്മൾ പറഞ്ഞു എന്താണ്, പേഷ്യൻസിന് അല്ലെ ഹൈ ക്വാളിറ്റി ഉള്ള കെയർ ആണ് നൽകുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ക്വാളിറ്റിയുള്ള, ഗുണനിലവാരമുള്ള പരിചരണത്തിനും രോഗിയുടെ സുരക്ഷയ്ക്ക്, പേഷ്യൻസിന്റെ സേഫ്റ്റിക്കും എന്താണ്? ഉറപ്പ് നൽകുന്നതിനാലേ ഇത് അനുവദിക്കുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? മികച്ച ക്ലിനിക്കൽ ഫലങ്ങള് ഉറപ്പ് നൽകുന്നു അല്ലെ. ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ് കൊടുക്കാൻ സാധിക്കുന്നു അല്ലെ. പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി കെയർ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റും? അവരുടെ അസുഖങ്ങൾ മാറി അവര് ബെറ്റർ ആവും അല്ലെ. അവരുടെ ഹെൽത്ത് ഓക്കെ ആവും. പേഷ്യൻസിന് നല്ല സേഫ്റ്റി, സുരക്ഷിതത്വം കൊടുക്കുമ്പോഴും അല്ലെ, അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അവരുടെ ക്ലിനിക്കൽ ഔട്ട്കംസ് അല്ലെ, മികച്ച ക്ലിനിക്കൽ ഫലങ്ങള് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ രോഗികൾക്കും മികച്ച പരിചരണം ലഭിക്കുന്നത് വഴി അവരുടെ ഔട്ട്കംസ്, ക്ലിനിക്കൽ ഔട്ട്കംസുകള് ബെസ്റ്റ് ആക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു.
Next, it raises community confidence in the services given by the healthcare organization as services provided by credentialed medical staff. എന്താണ് credential? നമ്മൾ പറഞ്ഞു അവിടെ അംഗീകാരമുള്ള യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും അല്ലെ സേവനങ്ങൾ നൽകുന്നത്. പേഷ്യൻസിന് ക്രെഡൻഷ്യൽ ആയിട്ടുള്ള യോഗ്യതയുള്ള സ്റ്റാഫുകളായിരിക്കും പരിചരണം നൽകുന്നത്. അപ്പൊ ക്രെഡൻഷ്യൽ സ്റ്റാഫുകള് മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന സേവനങ്ങൾ എന്ന നിലയിൽ അവിടെ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആരുടേതായിരിക്കും? ക്രെഡൻഷ്യൽ സ്റ്റാഫുകളുടെ ആയിരിക്കും. എന്ന നിലയിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നൽകുന്ന സേവനങ്ങൾ സമൂഹത്തില് ആത്മവിശ്വാസം നൽകുന്നു, കമ്മ്യൂണിറ്റിക്ക് കോൺഫിഡൻസ് നൽകുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ പറയാൻ അവിടെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് ട്രീറ്റ്മെന്റ് നൽകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന് അവിടെ പോകുന്ന കമ്മ്യൂണിറ്റിക്ക് അല്ലെ പൊതുജനങ്ങൾക്ക് എന്ത് പറ്റും? സമൂഹത്തില് കോൺഫിഡൻസ് ലഭിക്കും അല്ലെ, ആത്മവിശ്വാസം നൽകാൻ കിട്ടും. എന്താണ് അവിടെ പോയി കഴിഞ്ഞാല് നമ്മുടെ അസുഖം മാറും അല്ലെ, അവിടെ നിന്ന് നമുക്ക് നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് കമ്മ്യൂണിറ്റിക്ക് നൽകുന്നു. ക്ലിയർ ആയോ? ക്രെഡൻഷ്യൽ സ്റ്റാഫുകൾ അംഗീകാരമുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള സ്റ്റാഫുകള് സേവനം നൽകുന്നതിനാൽ അത് സമൂഹത്തിൽ ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നു. ക്ലിയർ ആയോ അത്? അക്രീഡിയേഷൻ Next, it also provides an opportunity to the healthcare unit to benchmark with the best. എന്താണ് ഇത്? അവർക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നൽകാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അവര് ബെസ്റ്റ് ആണ് സമൂഹത്തിൽ അല്ലെങ്കിൽ അവര് കമ്മ്യൂണിറ്റിക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നതെന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് നൽകുന്നു. ക്ലിയർ ആയോ? അവര് നൽകുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന സർവീസുകള് ഏറ്റവും ബെറ്റർ ആണ്, ബെസ്റ്റ് ആണ്, ഏറ്റവും നല്ലതാണെന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് അവർക്ക് ഈ അക്രീഡിയേഷനിലൂടെ നൽകുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ പരസ്യങ്ങളിലൊക്കെ കാണൂലേ ചിലതിന് ISO അംഗീകാരം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട്. അതെന്തിനാണ്? ISO അംഗീകാരം അവര് നൽകുന്ന പ്രോഡക്റ്റുകൾ അല്ലെ ഏറ്റവും ബെറ്റർ ആണ്, ബെസ്റ്റ് ആണ് എന്നത് കാണിക്കാനല്ലേ. അപ്പൊ ഈ ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുകയാണ് അല്ലെ, നാബിന്റെ അംഗീകാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് നൽകുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അവര് നൽകുന്ന സർവീസുകൾ ഫെസിലിറ്റീസ് ഒക്കെ എന്താണ്? ഏറ്റവും ബെറ്റർ ആണ്, ഏറ്റവും ബെസ്റ്റ് ആണ്, ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ള ബെഞ്ച് മാർക്ക് നൽകുന്നു. Next, an accreditation status also provides a marketing advantage in the competitive healthcare. എന്താണ്? കൂടാതെ ഹോസ്പിറ്റലുകൾക്ക് ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് അല്ലെ, സമൂഹത്തിൽ ഒരു മാർക്കറ്റിംഗ് കിട്ടില്ലേ? അവർക്ക് അക്രീഡിയേഷൻ ലഭിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറ്റുള്ള ഹോസ്പിറ്റലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് അല്ലെ. അല്ലെ, പേഷ്യൻസ് അവിടെ വരാനും അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലുകളില് ഫോറിനേഴ്സ് വരുന്നില്ലേ ട്രീറ്റ്മെന്റ്, ആയുർവേദ ട്രീറ്റ്മെന്റുകള്, അതല്ലെങ്കിൽ നമ്മുടെ എന്താണ് മറ്റേ സാധാരണ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മെഡിസിനുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്താണ് പുറത്തു നിന്ന് ഫോറിനേഴ്സ് വരുന്നുണ്ടോ? ചില എല്ലാ ഹോസ്പിറ്റലല്ല, ചില ഹോസ്പിറ്റലിലെ ഇപ്പൊ എന്താണത്? മാർക്കറ്റിംഗ് അല്ലെ. ഇവർക്ക് അക്രീഡിയേഷൻ ലഭിച്ചു എന്നുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് അക്രീഡിയേഷൻ. The HCO standards, HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ്, having been certified by ISQUA. ISQUA
provides an international recognition which will also help to encourage medical tourism. നമ്മളിവിടെ പറഞ്ഞത് തന്നെയാണ്. എന്താണ് ISQU എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ലെവലിലെ അന്താരാഷ്ട്ര ലെവലിലെ ഹെൽത്ത് കെയർസിന് ഹോസ്പിറ്റലുകളിലേക്ക് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന അതാണ് ISQUA. അപ്പൊ ഇന്റർനാഷണൽ ലെവലില് അന്താരാഷ്ട്ര ലെവലില് ഹോസ്പിറ്റലിലേക്ക് എന്താണ് അംഗീകാരം ലഭിച്ചു. അവിടുത്തെ ഫെസിലിറ്റീസിന് ക്വാളിഫൈഡ് എന്താണ് ഗുണനിലവാരമുണ്ട്, ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുറത്തു നിന്നുള്ള ആളുകൾ നമുക്ക് അല്ലെ മെഡിക്കൽ ടൂറിസം അല്ലേ അത്? പുറത്തു നിന്നുള്ള ആളുകള് ട്രീറ്റ്മെന്റിന് വേണ്ടി ഈ ആസ്റ്റർ മെഡിസിറ്റി കേട്ടിട്ടുണ്ടോ? ആസ്റ്റർ ഹോസ്പിറ്റൽസ്, അവിടേക്ക് ഫോറിനേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അല്ലെ? അവിടേക്ക് ഫോറിനേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഒരു മെഡിക്കൽ ടൂറിസം അല്ലേ? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് വരികയാണ് അല്ലെ? ചില എന്താണ് ഇംഗ്ലീഷ് അമേരിക്കക്കാരൊക്കെ എന്താണ് ആയുർവേദം ചെയ്യാനായിട്ട് വരുന്നുണ്ട് അല്ലെ? ഉഴിച്ചില് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നില്ലേ? അതൊക്കെ എന്താണ്? ഒരു മെഡിക്കൽ ടൂറിസം ആണ്. അത് എന്തിന്റെ ബേസിസിലാണ് അത് ലഭിക്കുന്നത്? അറബികൾ വരാറുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പൊ ഇവിടേക്ക്. അപ്പൊ അതെന്താണ്? ഒരു മെഡിക്കൽ ടൂറിസം ആണ്. ഇങ്ങനെ ഹോസ്പിറ്റലുകൾക്ക് ഇന്റർനാഷണൽ ലെവലില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളില് ഇന്റർനാഷണൽ ലെവലില് അക്രഡിയേഷൻ ലഭിക്കുമ്പോൾ ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് എന്തിനു വരുന്നു? ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നു. ക്ലിയർ ആയോ അത്? ഓക്കെ. In the end, accreditation provides an objective system of empanelment by insurance and other third parties. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ ലഭിക്കുന്ന ഹോസ്പിറ്റലിലെ ചില ഹോസ്പിറ്റലുകളിൽ എന്താണ് നമുക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ ലഭിക്കും അല്ലെ? തേർഡ് പാർട്ടി ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ ലഭിക്കുന്നില്ലേ? അപ്പൊ എന്താണ്? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു എലിജിബിലിറ്റി, ഒരു യോഗ്യതയാവാനും ഹെൽത്ത് ഇൻഷുറൻസുകൾ എന്താണ് യോഗ്യത? അവർ ആ ലിസ്റ്റിൽ ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന ഹോസ്പിറ്റലുകൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാവും അല്ലെ? ഇന്ന ക്ലെയിം ഇന്ന ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ലഭിക്കും ഇല്ലേ? അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ലിസ്റ്റിൽ ഈ ഹോസ്പിറ്റലിന്റെ പേര് വരാൻ എന്താണ്? ഈ അക്രഡിയേഷൻ, ഈ അംഗീകാരം സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ. എന്ന് വെച്ചാല് നമുക്ക് എന്താണ് നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ ലഭിക്കാൻ ഗവൺമെന്റിൽ കുറെ ഇതുണ്ട് അല്ലെ? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്, കാരുണ്യ അല്ലെ? ഒരുപാട് ക്ലെയിമുകൾ ഉണ്ടല്ലോ, ഇൻഷുറൻസ് ക്ലെയിമുകൾ ഇല്ലേ? അതേപോലെ നമ്മൾ സാധാരണ പ്രൈവറ്റിൽ എന്ത് ചെയ്യും? മെഡിക്കൽ ക്ലെയിം അല്ലെ? ഇൻഷുറൻസുകൾ ചെയ്യും. അങ്ങനെ ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികൾ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റലുകളിലെ ഒരെണ്ണമാവാൻ ഈ അക്രഡിയേഷൻ സഹായിക്കുന്നു. ക്ലിയർ ആയോ? ആ ലിസ്റ്റില് നമ്മുടെ ആ ഹോസ്പിറ്റലിന്റെ പേര് വരെ അപ്പൊ എന്താണ്? അക്രഡിയേഷൻ ലഭിച്ച, നാബിന്റെ അംഗീകാരം ലഭിച്ചതാണ് എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് എന്ത് വരാം? ആ ലിസ്റ്റില് അവരുടെ പേര് ഉൾപ്പെടുത്താം. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ ഇത്രയും ഭാഗം ഒന്ന് ജസ്റ്റ് ഒരു
6th അല്ലേ? ഇതെന്ന് പറഞ്ഞാല് ISQUA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനാഷണൽ ലെവല്, അന്താരാഷ്ട്ര ലെവലുകളില് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അംഗീകാരം അക്രിഡിയേഷൻ നൽകുന്നതാണ് ISQUA. ISQUA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനാഷണൽ Society for Quality in Healthcare. ഇന്റർനാഷണൽ ലെവലില് എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഹോസ്പിറ്റലുകൾക്കൊക്കെ അംഗീകാരം നൽകുന്നതാണ് ISQA. അപ്പൊ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള ISQA അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ, അക്രിഡിയേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത് മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നു. എന്ന് വെച്ചാല് ഫോറിനേഴ്സ് ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം ലഭിക്കുകയാണ് അല്ലെ? അപ്പൊ പുറമേ നിന്നുള്ള ആളുകൾ, അന്താരാഷ്ട്ര ഇതിലുള്ള ആളുകൾ അറിയുന്നില്ലേ? ഫോറിനേഴ്സ് ഒക്കെ അറിയില്ലേ? ഇന്ന ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു, അവിടെ നിന്ന് നമുക്ക് ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റുകൾ ലഭിക്കും ഇല്ലേ? അറിയുന്നുണ്ടോ? അപ്പൊ അവര് എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെ, ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് വരും, ആ ഹോസ്പിറ്റലിനുള്ള സ്ഥലത്തേക്ക് വരും. അതെന്താണ്? മെഡിക്കൽ ടൂറിസം ആണല്ലേ? ഫോറിനേഴ്സ് ആ ഹോസ്പിറ്റലിൽ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ടൂറിസം അല്ലേ? ആസ്റ്റർ മീൻസ് കോട്ടക്കിൽ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ ഇത്? പിന്നെ അക്രിഡിയേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നുവെച്ചാല് ഹോസ്പിറ്റലുകൾ ഹെൽത്ത് കെയർ നൽകുന്ന ഫെസിലിറ്റീസ് നൽകുന്ന ഓർഗനൈസേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് അംഗീകാരം ലഭിക്കും എന്താണ്? ഇൻഷുറൻസ് കമ്പനികളുടെ അതല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ എന്തിലേക്ക്? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിലേക്ക് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാണ്? സെലക്ട് ചെയ്യപ്പെടുന്നു, അവരുടെ ലിസ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? The staff in an accredited hospital is content a lot since provides for continuous learning, good working environment and leadership. എന്താണ്? ഒരു അംഗീകാര ഹോസ്പിറ്റലില്, ഒരു അക്രഡിയേഷൻ ലഭിച്ച ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ്? വളരെയധികം സംതൃപ്തരായിരിക്കും അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ലേണിംഗ് അല്ലെ? അവർക്ക് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായ പഠനങ്ങൾ അല്ലെ, ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അവരുടെ സ്കില്ലുകൾ വർദ്ധിക്കാൻ, അവരുടെ പ്രൊഫഷണൽ നോളജ് വർദ്ധിപ്പിക്കാനുള്ള എന്ത് കിട്ടുന്നുണ്ട്? ട്രെയിനിങ്ങുകൾ ലഭിക്കുന്നു. അതുവഴി തുടർച്ചയായ ലേണിംഗ്, നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം ലഭിക്കുന്നു. ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ, നല്ല പ്രവർത്തനാന്തരീക്ഷം. ആൻഡ് ലീഡർഷിപ്പ്, നേതൃത്വവും നൽകുന്നു അല്ലെ? ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ, സേഫ്റ്റി ഉള്ളതാണ് അല്ലെ, സുരക്ഷിതത്വം ഉള്ളതായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ്? ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, ഹൈജീനിക് ആയിരിക്കും, എല്ലാവരും എന്താണ്? സേഫ്റ്റി ഉള്ളതായിരിക്കും അല്ലെ, എല്ലാ പ്രവർത്തനങ്ങളും ഗുണനിലവാരമുള്ളതായിരിക്കും. എന്താണ്? ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ, നല്ല പ്രവർത്തനാന്തരീക്ഷമായിരിക്കും. ആൻഡ് ലീഡർഷിപ്പ് അല്ലെ, നല്ല നേതൃത്വവും നൽകുന്നു. അവർക്ക് എന്താണ്? ഒരുപാട് ട്രെയിനിങ്ങുകൾ ലഭിക്കും. അവരെന്താണ്? അവരുടെ സ്കില്ല് വർദ്ധിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കും. അതുവഴി അവർക്ക് എന്താണ്? നല്ലൊരു ലീഡർഷിപ്പ് അല്ലെ, നേതൃത്വം ലഭിക്കുന്നു. ക്ലിയർ ആയോ? അക്രഡിറ്റേഷൻ, അംഗീകാരം ലഭിച്ച അംഗീകൃത ഹോസ്പിറ്റലുകളില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ്? അവർ പൂർണ്ണ തൃപ്തരായിരിക്കും. എന്തുകൊണ്ടാണ്?
അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായ പഠനം നടക്കുന്നു. എന്താണ്? അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ, അവരുടെ പ്രൊഫഷണൽ നോളജുകൾ വർദ്ധിപ്പിക്കാൻ അവർക്ക് എന്താണ്? ട്രെയിനിങ്ങുകൾ ലഭിക്കുന്നു. ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല പ്രവർത്തനാന്തരീക്ഷം ആൻഡ് ലീഡർഷിപ്പ്, നല്ല നേതൃത്വം ലഭിക്കുന്നു. Next, capabilities and skill of staff also get enhanced in a accredited hospital. എന്താണ്? അക്രീഡിയേറ്റഡ് ഹോസ്പിറ്റലിന്റെ സ്റ്റാഫുകളുടെ എന്താണ്? കേപ്പബിലിറ്റീസ് അല്ലെ, അവരുടെ കഴിവ് അല്ലെ, കേപ്പബിലിറ്റീസും സ്കില്ലുകളൊക്കെ എന്താണ്? എൻഹാൻസ് ചെയ്യാനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. അംഗീകൃത ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ എന്താണ്? കഴിവുകളും വൈദഗ്ധ്യവും, കേപ്പബിലിറ്റീസിലെ വൈദഗ്ധ്യവും കഴിവുകളും സ്കില്ലുകളും മറ്റെന്താണ്? എൻഹാൻസ് ചെയ്യാൻ അല്ലെ, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന, അവർക്ക് ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കുന്നതിലൂടെ അവരെ സ്കില്ലുകളൊക്കെ എന്താണ്? അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഇത് എൻഹാൻസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഇതെന്താണ്? ഒരു കോംപ്രഹെൻസീവ് ആയ അല്ലെ സമഗ്രമായ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലേ. ഇത് എൻഹാൻസ് അക്രഡിയേഷൻ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നോളജ് ആൻഡ് സ്കിൽ ഇൻ സിസ്റ്റമാറ്റിക് വേസ് വിത്ത് ഡിഫൈൻഡ് ഓണർഷിപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഓൾ ദ സ്റ്റാഫ് ദാറ്റ് ഇൻക്ലൂഡ് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. എന്താണ്? മെഡിക്കൽ, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവർക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും അല്ലെ, റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ. ഓരോ സ്റ്റാഫുകൾക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ, ഓണർഷിപ്പ്, അവർക്ക് ഓരോ ഉടമസ്ഥതയും ഓരോ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇവർക്ക് എന്ത് കിട്ടും? ആ ഹോസ്പിറ്റലിന് അക്രീഡിയേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് കിട്ടും? ട്രെയിനിങ്ങുകൾ ലഭിക്കും അല്ലേ. അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് ട്രെയിനിങ്ങുകൾ ലഭിക്കും അല്ലെ. അതിലൂടെ അവർക്ക് എന്താണ്? സമഗ്രമായ പ്രൊഫഷണൽ വികസനവും അല്ലെ, പ്രൊഫഷണൽ വികസനവും അവരുടെ അറിവ്, നോളജും അവരുടെ സ്കില്ലുകളൊക്കെ എന്താണ്? അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ചിട്ടയോട് കൂടി അവർക്ക് എന്താണ്? വർദ്ധിപ്പിക്കാനായിട്ട്, വൈദഗ്ധ്യം നേടാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്ക് അവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ്ങിലൂടെ എന്താണ്? അവരുടെ വൈദഗ്ധ്യം, പ്രൊഫഷണൽ ഡെവലപ്മെന്റും അവരുടെ നോളജും അറിവും അവരുടെ കഴിവും ഒക്കെ അവർക്ക് എന്താണ്? കോംപ്രഹെൻസീവായി, സമഗ്രമായി, നല്ല രീതിയിൽ തന്നെ വികസിപ്പിക്കാൻ സാധിക്കും. ഓക്കെ ആയോ? ക്ലിയർ ആയില്ല എന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അക്രീഡിയേഷൻ ലഭിക്കണം. അപ്പൊ എന്താണ്? അവിടുത്തെ ഫെസിലിറ്റീസ് മാത്രം ഗുഡ് ആയാൽ മതിയോ? സ്റ്റാഫുകളും അല്ലെ, നല്ല യോഗ്യതയുള്ള, നല്ല കഴിവുള്ള അല്ലെ, എന്തും തരണം ചെയ്യാൻ സാധിക്കുന്ന സ്റ്റാഫുകളാവണ്ടേ? അവിടെ പ്രവർത്തിക്കുന്ന ആളുകളും വേണല്ലേ. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? ട്രെയിനിങ്ങുകൾ കൊടുക്കും. അതിനുവേണ്ടി അവർക്ക് മോക്ക് ഡ്രില്ലുകൾ അല്ലെ, ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കും. അപ്പൊ അതുവഴി എന്താണ്? ഒരുപാട് ട്രെയിനിങ്ങുകൾ ലഭിക്കുമ്പോൾ എന്താ ചെയ്യുന്നേ? അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിലല്ലേ നടക്കുന്നത്? പ്രൊഫഷണൽ സ്കിൽ അല്ലേ, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നടക്കും. അവരുടെ നോളജ് വർദ്ധിക്കും അല്ലെ, അവരുടെ അറിവ് വർദ്ധിക്കും, അവരുടെ സ്കില്ലുകളും കഴിവുകളും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ അത് എല്ലാവർക്കും ക്ലിയർ ആയോ? ബാക്കിയുള്ളവരൊക്കെ ഓക്കെ. നെക്സ്റ്റ് അക്രീഡിയേഷൻ ബോഡീസ്. അക്രീഡിയേഷൻ ബോഡീസ് ഏതൊക്കെയാണ്? ബോർഡുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നാബ്, നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്.
നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നെക്സ്റ്റ് NABL. NABL പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളില്. NABL പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അല്ലെ. ലബോറട്ടറീസിന് അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള ബോർഡാണ് NABL. നെക്സ്റ്റ് ACHSI എന്ന് വെച്ചാല് ഓസ്ട്രേലിയ. ഈ NABHും NABL ഫസ്റ്റത്തെ രണ്ടെണ്ണം നാഷണൽ ലെവലിലാണ് നമുക്ക് അക്രഡിറ്റേഷൻ ഹെൽത്ത് കെയർസിന് അക്രഡിറ്റേഷൻ ലഭിക്കും. ലാബുകൾക്കും ഹോസ്പിറ്റലുകൾക്കും എന്താണ് നാഷണൽ ലെവലിലാണ് അക്രഡിറ്റേഷൻ നടത്തുന്നത്, ദേശീയ ലെവലില്. നെക്സ്റ്റ് ACHSIയും JCAയും നമുക്ക് ഇന്റർനാഷണൽ ലെവലില് അന്താരാഷ്ട്ര ലെവലിലാണ് അക്രഡിറ്റേഷൻ നൽകുന്നത്. ACHSI ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ ലെവൽസില് ഹെൽത്ത് കെയർസിന് ഹോസ്പിറ്റലുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നതാണ് ACHSI. നെക്സ്റ്റ് JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ works to enhance patient safety and quality of health care in the international community by promising education, publication, advisory services, and internal accreditation and certification. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം അല്ലെ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, പബ്ലിക്കേഷൻ അല്ലെ പ്രസിദ്ധീകരണങ്ങള്, ആൻഡ് അഡ്വൈസറി സർവീസുകൾ എന്താണ് ഉപദേശക സേവനങ്ങള്, ആൻഡ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ അംഗീകാരം, അന്താരാഷ്ട്ര അംഗീകാരം, ആൻഡ് സർട്ടിഫിക്കേഷൻ അല്ലെ. അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് വാഗ്ദാനം, ഇതൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിലെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അന്താരാഷ്ട്ര സമൂഹത്തിലെ രോഗികളുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ നിലവാരവും വർദ്ധിപ്പിക്കുന്നതിനാണ് JCI പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, പിന്നെ പ്രസിദ്ധീകരണങ്ങള്, ഉപദേശക സേവനങ്ങള്, ഇന്റർനാഷണൽ അന്താരാഷ്ട്ര അംഗീകാരം, സർട്ടിഫിക്കേഷൻ ഇതൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്താണ് അന്താരാഷ്ട്ര സമൂഹം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അന്താരാഷ്ട്ര, അതായത് നാഷണൽ ലെവലിൽ മാത്രമല്ല ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, അതായത് നമുക്ക് ഫോറിനേഴ്സിനും ഒക്കെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് രോഗികളുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ നിലവാരവും ക്വാളിറ്റിയും എന്താണ് വർദ്ധിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്നതാണ് JCI. ക്ലിയർ ആയോ? ഓക്കെ. ബാക്കി എല്ലാവരും എങ്ങനെയാണ്? ഇത് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരുപാട് ഇതൊന്നും വരില്ല. JCI എന്താണ്, എക്സ്പാൻഡഡ് ഫോം എന്താണ് എന്നൊക്കെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലെ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്ന ബോർഡുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് okay. Since 1994, each hospital that has tried JCI Gold Seal of Approval has done as part of a constant performance improving journey. എന്താണ് 1994 മുതൽ since 1994 മുതൽ എന്താണ് ഹോസ്പിറ്റലുകള് ഗോൾഡ് സീൽ JCIയുടെ ഗോൾഡ് സീൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് ഹോസ്പിറ്റലുകള് ആശുപത്രികളുടെ നിരന്തരമായ ജേണി പ്രവർത്തനത്തിന്റെ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കാൻ ഇംപ്രൂവ്മെന്റ് അവരെന്താണ് നമ്മൾ പറഞ്ഞു ഇംപ്രൂവ്മെന്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല അല്ലെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമല്ലേ അപ്പൊ എന്താണ് ഈ JCIയുടെ ഗോൾഡ് സീൽ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉയർന്ന റാങ്ക് ടോപ്പ് റാങ്ക് എന്നൊക്കെ പറയില്ലേ ടോപ്പ് റാങ്ക് ലഭിക്കും നമുക്ക് എന്താണ് ഡിഗ്രി SSLC ഒക്കെ റാങ്ക് ലഭിക്കില്ലേ
എന്താണ് ടോപ്പ് റാങ്ക് അല്ലെ, 1ാം റാങ്ക് 2ാം റാങ്ക്, അതെന്താണ് ടോപ്പ് റാങ്ക് ആണ് അല്ലെ. അപ്പൊ അതേപോലെ ഈ JCയുടെ ടോപ്പ് റാങ്ക് ആണ് ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ. ഈ ഗോൾഡ് സീൽ അപ്രൂവൽ കിട്ടാനായിട്ട് ലഭിക്കാനായിട്ട് 1994 മുതൽ ഹോസ്പിറ്റൽ ഇതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ എന്താണോ ജേർണി അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. എന്താണ് അവരുടെ പ്രവർത്തനങ്ങള് ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇത് ജേർണി അവസാനിപ്പിക്കാതെ അവർ ഇംപ്രൂവ്മെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് NAB. NAB എന്താ പറയുന്നത്? The NAB standards are modernized every 4 years and now hospitals puts into effect 5th edition standards April 2020. എന്താണ് NAB? എന്താണ് ഓരോ 4 വർഷം കൂടുമ്പോഴാണ് അവര് മോഡേണൈസ് ചെയ്യുന്നത്. പുതുക്കൂലേ നമുക്ക് ഈ എന്താണ് പുതുക്കൂലേ നമ്മുടെ ഓരോ എന്ത് കഴിയുമ്പോ ഇത്ര വർഷത്തേത് കഴിയുമ്പോ നമ്മുടെ ഈ ലൈസൻസ് ഒക്കെ പുതുക്കൂലേ. അതേപോലെ NABന്റെ അക്രഡിറ്റേഷൻ എന്താണ് 4 വർഷത്തേക്കാണ്. ആ 4 വർഷം കഴിയുമ്പോൾ എന്താണ് നമ്മൾ വീണ്ടും അത് പുതുക്കണം, മോഡേണൈസ് ചെയ്യണം, പുതുക്കണം. And now the hospital puts into effect 5th edition. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്താണ് NABന്റെ 5th edition സ്റ്റാൻഡേർഡിലാണ്. 2020 മുതലുള്ള 5ാമത്തെ എഡിഷനിലാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പൊ നടക്കുന്നത് ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുകൾ. ഇനി 2025 പുതിയ അക്രഡിറ്റേഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ലൈസൻസ് ഒക്കെ പുതുക്കും അല്ലെ. അതേപോലെ എന്താണ് അത് ഇത്ര വർഷം കഴിയുമ്പോൾ പുതുക്കാന്നാണ് അല്ലെ, നമ്മൾ അത് റിന്യൂ ചെയ്യണം. അതേപോലെ NABന്റെ അംഗീകാരം എത്ര നാളത്തേക്കാണ്? 4 വർഷത്തേക്കാണ്. ആ 4 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്താണ് അത് പുതുക്കണം. അതേപോലെ എന്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് ഇപ്പോഴുള്ളത് ഏതാണ്? NABന്റെ 5th എഡിഷൻ ആണ്. 2020 മുതൽ സ്റ്റാർട്ട് ചെയ്ത 5th എഡിഷൻ ആണ്. ഇനി നെക്സ്റ്റ് ഇയറിലായിരിക്കും അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. Next, NAB standards focus on patient safety and quality of delivery of service by the hospital in changing health care environment. എന്താണ് ഹോസ്പിറ്റലിന്റെ മാറുന്ന എന്താണ് ആരോഗ്യ പരിസ്ഥിതി, ഹെൽത്ത് കെയർ എൻവയോൺമെന്റിനെ അനുസരിച്ച് എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, ക്വാളിറ്റി ഉള്ള ഗുണനിലവാരമുള്ള സർവീസുകൾ അവർക്ക് നൽകുക. അതൊക്കെയാണ് NAB ഉദ്ദേശിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. NABന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഹോസ്പിറ്റലിന്റെയും ആരോഗ്യ പരിസ്ഥിതിയെ അനുസരിച്ച് അല്ലെ. ഇപ്പൊ എന്താണ് നമുക്കറിയാം, സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ ഉണ്ട്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ, ലാർജ് സൈസ്ഡ് അല്ലെ, മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ എല്ലാവരുടെ എൻവിയോൺമെന്റ് ഒരേപോലെയാണോ? എക്യുപ്മെന്റിന്റെ ഫെസിലിറ്റീസ്, അവിടുത്തെ ട്രീറ്റ്മെന്റ്, അവിടുത്തെ സർവീസുകൾ എല്ലാം ഒരേപോലെയാണോ? അല്ല അല്ലെ. അപ്പൊ ഓരോ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിനെ അനുസരിച്ച് അവിടുത്തെ പേഷ്യൻസിന്, അവിടെ വരുന്ന പേഷ്യൻസിന്റെ സുരക്ഷിതത്വം നൽകുക, പേഷ്യൻസിന് ഗുണനിലവാരമുള്ള സർവീസുകൾ, സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് NAB ലക്ഷ്യമാക്കുന്നത്. ക്ലിയർ ആയോ അത്? Next, NAB is governed by an autonomous body established by Government of India known as QCA, Quality Council of India, which is the standard making board in India. എന്താണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCI എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സർക്കാരിന്റെ ഒരു സ്വയംഭരണ, ഒരു ഓട്ടോണോമസ് ബോഡിയാണ് NAB. സ്വയംഭരണ സ്ഥാപനമാണ് NAB. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCI എന്നറിയപ്പെടുന്ന എന്താണ്? QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന അറിയപ്പെടുന്ന ഇന്ത്യൻ സർക്കാരിന്റെ സ്വയംഭരണ ഒരു ഓട്ടോണോമസ് ബോഡിയാണ് NAB നൽകുന്നത്. NAB നമുക്ക് നൽകുന്ന അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയണം, ഇന്ത്യയിലെ
ബോർഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് എന്താണ്, വിച്ച് ഈസ് സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ്, സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCI, അതായത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സർക്കാരിന്റെ ഒരു സ്വയംഭരണ, ഒരു ഓട്ടോണോമസ് ബോഡിയാണ് NAB നൽകുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ ചാപ്റ്റർ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി ഇതും കൂടെ കഴിയുമ്പോ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആണ് കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് എങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ, നമുക്ക് അംഗീകാരം ലഭിക്കുന്നത്. അതിനൊക്കെ ഓരോ ചിട്ടകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. ഈ ഓരോ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടല്ലേ നമുക്ക് അംഗീകാരം. നമുക്ക് ലൈസൻസ് എടുക്കണം, കാറിന്റെ അല്ലെങ്കിൽ 2 വീലറിന്റെ ലൈസൻസ് എടുക്കണം. അതിനെന്താണ് നമ്മ 8 അല്ലെ, 2 വീലറിന്റെ ആണെങ്കിൽ 8 എടുക്കണം അല്ലെ, കാറിന്റെ ആണെങ്കിൽ 8 എടുത്ത് റോഡ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമല്ലേ കിട്ടുള്ളൂ. അതേപോലെ ഓരോന്നിനും അംഗീകാരം ലഭിക്കാനായിട്ട് ഓരോ നിയമങ്ങളുണ്ട്. ഹോസ്പിറ്റലിന്റെ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതൊക്കെ ആ നിയമം അനുസരിച്ചല്ലേ കിട്ടുള്ളൂ. അതല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ലഭിക്കോ? ഇല്ല അല്ലെ. ജോലി കിട്ടാൻ പഠിക്കുന്നത്, നമ്മ പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ അല്ലെ. അതേപോലെ എന്താണ്, ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കാൻ വേണ്ട നിയമങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.